എല്ലാവരെയും സന്തോഷത്തോടെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ അധികം സൗണ്ട് ഉണ്ടാക്കുന്നില്ല നമ്മൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചറിയാം, വളരെ നിശബ്ദമായിട്ടുള്ള ഈ ഒരു ആംബിയൻസിൽ നമ്മൾ ഒച്ചപ്പാടുണ്ടാക്കി ഒന്നിനും, അതായത് പ്രകൃതിക്ക് ഒന്നിനും യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാമ്പ് ഫയറും അതുപോലെ തന്നെ ഒരു ഗ്രിൽഡ് ചിക്കനുമാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ രാത്രിയിൽ ഒരുപാട് വാചകം അടിച്ച് വേർപ്പിക്കുന്നില്ല, എല്ലാവരെയും ഡയറക്റ്റ് വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഗ്രിൽഡ് ചിക്കന് വേണ്ടി ചിക്കൻ ആദ്യം മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് മുളക് പൊടി, ഒരു മഞ്ഞൾപ്പൊടി കുറച്ച്, മസാലപ്പൊടി, ഉപ്പ്, നമുക്ക് പേസ്റ്റ് അടിച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ്, ഇത്രയും സാധനങ്ങൾ നമുക്ക് ഒരു പേസ്റ്റ് ആക്കി എടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ച് അതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് തൈരും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നമ്മുടെ മാരിനേറ്റ് ചെയ്യാനുള്ള പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെഡിയായ പേസ്റ്റ് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ചിക്കനെ നമുക്ക് സെറ്റാക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ചിക്കനാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ ബ്രസ്റ്റിൽ ലൈൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഈ പേസ്റ്റ് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം നന്നായിട്ട്. പേസ്റ്റിലേക്ക് മൊത്തത്തിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ബ്രസ്റ്റിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിക്കുന്നു. എത്രത്തോളം നന്നായിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നോ അത്രത്തോളം നല്ലതാണ്. അകത്തൊക്കെ നല്ല രീതിയിലാക്കണം. അകത്തൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട്. ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു അരമണിക്കൂർ ഇവിടെ വെക്കാം. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും നമുക്ക് തീയൊക്കെ കത്തിച്ച് പരിപാടി ഫുള്ള് സെറ്റാക്കാം. കരിയിലേക്ക് കത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ വിറകിലേക്ക് കത്തിച്ച് പിടിപ്പിക്കണം. അതാണ് ടാസ്ക്. ചുമ്മാ വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ. ഞാൻ തീ കത്തിച്ചതിൻ്റെ ഒരു ആവേശത്തിൽ മുഖമൊക്കെ പൊള്ളിപ്പോകുന്നു തോന്നുന്നു. അപ്പോൾ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇനി ഇത് കത്തി കനലാവട്ടെ. നമ്മുടെ വിറകൊക്കെ കത്തി കനലായി കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ പൊള്ളിയായിട്ട് ചുട്ടെടുക്കാം.
തീയൊക്കെ ഏകദേശം കത്തി നല്ല ചൂടും നല്ല കനലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ നന്നായിട്ട് മാരിനേറ്റ് ആയ ചിക്കൻ വെച്ച് കൊടുക്കുക. അതിൽ ചിക്കൻ ഇവിടെ ഇരുന്ന് അത്യാവശ്യം വെന്ത് വരട്ടെ. നല്ല ഭംഗിയുണ്ടല്ലോ ചിക്കൻ കാണാൻ, പൊള്ളിയായിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമ്മുടെ പൊളപ്പൻ ഗ്രിൽഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെച്ചോണ്ടിരുന്ന് എനിക്ക് പറയാനൊന്നും പറ്റണില്ല. ഇതിന് അടുത്ത പരിപാടി എന്താണ്, പോയി കഴിക്കാം. നമുക്ക് കഴിക്കാം. എന്താ നോക്കി നിൽക്കണം, വാ. അപ്പോൾ നമുക്കിന്ന് ബ്രെഡിൽ സാൻഡ്വിച്ച് പോലെ ഇപ്പം ഇതിൻ്റെ പീസ് ഇങ്ങനെ എടുത്ത് വെച്ച് ഒരു പീസ് വെക്കുന്നു, ഒരു പീസും കൂടെ വെക്കുന്നു. ഇതൊക്കെ സാധനമൊക്കെ ഉണ്ടോ, അതിനുണ്ട്, പൊളിയല്ലേ. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരു പീസ് ഇട്ട് മാറ്റാം. ഒരു പീസാണ്. എന്നിട്ട് കുറച്ച് ലൈമ് ഇങ്ങനെ എടുക്കുക, ഒടിച്ച് എന്നിട്ട് മുകളിലേക്ക്. ഇതിന് ജ്യൂസ് ഇല്ലടേ. എന്നിട്ട് ഒരു ബ്രെഡിൻ്റെ പീസും കൂടി ഇങ്ങനെ എടുക്കുക, ഇതിൻ്റെ മുകളിൽ വയ്ക്കുക. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കിടു മാൻ. പൊളിച്ചു, ഒരു രക്ഷയില്ലടാ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതിലും മനോഹരമായിട്ടുള്ള അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.